Good morning, dear students. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടിന്യൂറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു കെയുടെ വാല്യൂ കാണാൻ. അതിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കൂടെ ഇവിടെ പറയുകയാണ്. അടുത്ത ടോപ്പിക്ക് എടുക്കണക്കായ മുന്നേ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കൂടെ പറയണം. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് ദ പോയിന്റ് പറയണം. ഒരു പോയിന്റ് at the point x equal to a ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ് കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചെന്ത് അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് അല്ലേ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അതിൻ്റെ റൈറ്റ് ലിമിറ്റ് എന്താ വരിക ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താണ് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ആ പോയിന്റിലുള്ള ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും ആ പോയിന്റിലുള്ള ആ ഫംഗ്ഷൻ്റെ റൈറ്റ് ലിമിറ്റും എന്താണ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഒരു പ്രാവശ്യം സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആണ് സോൾവ് ചെയ്യാൻ നോക്കാം. സെയിം പ്രോസസ്സാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. Find the value of k so that the function f is continuous at the point x equal to pi. At the point x equal to pi, then f of x equal to kx plus 1 if x less than or equal to pi, cos x if x greater than pi. അപ്പോൾ f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് ദ പോയിന്റ് x equal to പൈയിൽ. അതിന് രണ്ട് സെക്ഷനാണ് വന്നിട്ടുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, പൈനേക്കാളും ചെറിയ വാല്യൂസും പൈക്കും എന്താണ് ഈ ഫംഗ്ഷൻ വരുന്നത് കെ എക്സ് പ്ലസ് 1 ആണ്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താണ് പൈയുടെക്കായും വലിയ വാല്യൂസിന് എന്താണ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈയുടെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സുകളാണ്. സോ ഇത് ലെഫ്റ്റ് ലിമിറ്റിലുള്ള ഫംഗ്ഷനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനക്കായും റൈറ്റിലുള്ള ആൾക്കാരാണ്. സോ ഇതെന്തെന്ന് വരും റൈറ്റ് ലിമിറ്റിലേക്ക് വരാം ഈ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇതാണ് ഗിവൺ എഫ് ഈസ് കണ്ടിന്യൂസ് at x equal to pi, therefore left limit extends to pi minus f of x equal to continuity definition ആണ് limit extends to pi plus f of x. അപ്പോൾ നോക്കുക നമ്മൾ പറഞ്ഞു ഇവിടെ പൈ മൈനസ് എന്ന് വെച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ആണ്. സോ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാണ് കെ എക്സ് പ്ലസ് 1 ആണ്. പൈ പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ലിമിറ്റ് ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ ആരാണ് കോസ് എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ മൈനസ് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക കെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ പ്ലസ് കോസ് എക്സ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സുകൾക്കൊക്കെ എന്തെന്ന് വരും പൈ എന്നുള്ള വാല്യൂ വരും. ഇവിടുത്തെ എക്സിന് എന്തെന്ന് വരും പൈ എന്നുള്ള വാല്യൂ വരും. നമുക്കറിയാം ഈ മൈനസും പ്ലസും ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇത് ലെഫ്റ്റ് ആണ് ഇത് റൈറ്റ് ആണ് എന്നുള്ളതിന് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കെ ഇൻറ്റു പൈലേ എക്സിന് എന്തെന്ന് കൊടുക്കുക പൈ എന്നാണ് കൊടുക്കുക. ഒരിക്കലും പൈ മൈനസ് എന്നുള്ള സംഗതി ഇല്ല. മൈനസും പ്ലസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ലിമിറ്റ് ആണ് റൈറ്റ് ലിമിറ്റ് ആണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു കോസ് എക്സിന് പകരം പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോസ് പൈ. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. കെ പൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു കോസ് പൈയുടെ വാല്യൂ എന്താണ് -1 ആണ്. കെ പൈ ഈസ് ഈക്വൽ ടു -1 മൈനസ് ഈ +1 അങ്ങോട്ട് പോകും -1 -2 കെ ഈക്വൽ ടു എന്തെന്ന് വരും -2/π. അപ്പോൾ കെയുടെ വാല്യൂ എന്തെന്ന് കിട്ടി -2/π എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക തന്നിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക. അതിൽ ലെഫ്റ്റിലെ ഭാഗം ഏത് പോയിന്റിലാണ് അത് കണ്ടിന്യൂസ് നോക്കുക. ആ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷനും റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനും ചെക്ക് ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലെ ലിമിറ്റ് ഇക്വേറ്റ് ചെയ്യുക.
എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. നമുക്കപ്പോൾ എന്തെന്ന് കിട്ടും, കെയുടെ വാല്യൂ കാണുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അപ്പോൾ ഈ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x equal to 5 if x less than or equal to 2, x plus b if 2 less than x less than 10, 21 if x greater than or equal to 10 is a continuous function. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എയും ബിയും കാണാൻ വേണ്ടി ഈ ഫംഗ്ഷൻ്റെ ഇത് എന്താണ് നോക്കാം. ഈ ഫംഗ്ഷന് 3 സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ട് മാറിയുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ ജിയോജിബ്ര വെച്ച് ചെയ്യാം. എക്സാക്സിന് മാത്രം ഒന്ന് കട്ട് ചെയ്യാണ്. -∞ to 2 വരെയും ഇത് ഇൻ്റർവെല്ലിന് മാറ്റിയതാണ്. -∞ to 2 വരെ, 2 ഇൻക്ലൂഡഡ് ആണ്. 2 വരെയുള്ള ഈ ഒരു പോർഷനിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 5 ആണ്. ദെൻ 2 to 10, 2ഉം 10ഉം വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 10ഉം ഇല്ല, 2 ഇൻക്ലൂഡഡ് അല്ല ഈ ഒരു പോർഷൻ. 2 ലെസ് ദാൻ x ലെസ് ദാൻ 10ൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, ax പ്ലസ് ബി ആണ്. ദെൻ ഗ്രേറ്റർ ദാൻ 10, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 10നേക്കാളും വലിയ വാല്യൂസിനൊക്കെ എന്താ എക്സുകൾക്കൊക്കെ എന്താ വരിക, 10. ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 21 ആണ്. അപ് ടു +∞ വരെ ഇത് -∞. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സൈസിൽ 2 ഇൻ്റർവെല്ലിൽ കട്ട് ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ വേരിയേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാബിൽ ചെയ്യാം. അപ്പോൾ കാണാൻ, പക്ഷെ നമ്മൾ ഇത് തിയറിറ്റിക്കലി നമ്മളിങ്ങനെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം 2ലും 10ലും എന്താണ് ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഫംഗ്ഷൻ്റെ ചേഞ്ച് വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നമുക്കറിയാം എന്ത്, 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷന് മാറ്റമുണ്ട്, റൈറ്റ് സൈഡിലും ഫംഗ്ഷന് മാറ്റമുണ്ട്. അതുപോലെ 10ൻ്റെ ലെഫ്റ്റ് സൈഡിലും ഫംഗ്ഷന് മാറ്റമുണ്ട്, 10ൻ്റെ റൈറ്റ് സൈഡിലും മാറ്റമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ x = 2ൽ നമുക്ക് ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് തന്നെയാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ലെഫ്റ്റ് ലിമിറ്റും വരാൻ സാധ്യതയുണ്ട്, റൈറ്റ് ലിമിറ്റും ഉണ്ട് അല്ലേ. അതുപോലെ x = 10ലും എന്തുണ്ട്, ഒരു റൈറ്റ് ലിമിറ്റും ഉണ്ടായിരിക്കും, ഒരു ലെഫ്റ്റ് ലിമിറ്റും ഉണ്ടായിരിക്കും. സോ എ ആൻഡ് ബി, എയും ബി എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ വേണം. ആ 2 ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എന്ത് ചെയ്തു, x = 2ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x = 2ലും റൈറ്റ് ലിമിറ്റ് അറ്റ് x = 2 എന്താണ്, ഈക്വൽ ആയിരിക്കും. അതുപോലെ x = 10ലും ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. സോ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x = 10ലും റൈറ്റ് ലിമിറ്റ് അറ്റ് x = 10ലും എന്തായിരിക്കും, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ ലിമിറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിവിടെ സോൾവ് ചെയ്യാണ്. അപ്പോൾ x = 2ഉം x = 10 എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രമാണ്. അപ്പോൾ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണ്. സോ x = 2 അറ്റ് x = 2 അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് അല്ലേ, ലിമിറ്റ് x → 2 മൈനസ് f of x = ലിമിറ്റ് x → 2 പ്ലസ് f of x. ലെഫ്റ്റ് ലിമിറ്റ് = റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് എന്തെന്ന് വരും, x ലെസ് ദാൻ 2 ആണ് ലെഫ്റ്റ് ലിമിറ്റ്. സോ 5 ആണ്. 2 ലെസ് ദാൻ x എന്ന് വെച്ച് കഴിഞ്ഞാൽ 2നേക്കാൾ വലിയ എക്സുകൾക്കൊക്കെ എന്താണ്, ax പ്ലസ് b ആണ്. സോ ലിമിറ്റ് x → 2 മൈനസ് ഫംഗ്ഷൻ f = ആരാണ്, 5 ആണ്. ലിമിറ്റ് x → 2 പ്ലസ് ഫംഗ്ഷൻ എന്താണ്, ax പ്ലസ് b. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. സോ അതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്, ദാറ്റ്സ് കോൺസ്റ്റൻറ്റ് നമ്പർ തന്നെയാണ് 5. = ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് ചേഞ്ച് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ 2 അപ്ലൈ ചെയ്യണം. സോ a 2a പ്ലസ് ബി അല്ലേ, a × 2 2a പ്ലസ് ബി. ഇത് നമുക്ക് എന്തെന്ന് കിട്ടും, 2a പ്ലസ് b = 5. ഇക്വേഷൻ നമ്പർ 1 ഒരു ഇക്വേഷൻ നമ്മൾ കിട്ടി. ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യാണ്. ദി ഫംഗ്ഷൻ
is continuous at x equal to 10 അല്ലേ? അപ്പോൾ എന്ത് വരും? ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ്. ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? എക്സ് ലെസ് ദാൻ 10 എന്ത് വരിക? എ എക്സ് പ്ലസ് ബി. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എ എക്സ് പ്ലസ് ബി. ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി ആണ്. റൈറ്റ് ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്താണ്? 21 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് 21 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എക്സുകൾക്കൊക്കെ എന്ത് ബാധകമാണ്? 10 അപ്ലൈ ചെയ്യണം. സോ എ ഇൻറ്റു 10 ആരാണ്? 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഇസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. സോ ലിമിറ്റ് എന്ത് തന്നെയാണ്? അത് തന്നെയാണ് 21. ഇക്വേഷൻ നമ്പർ എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നോക്കുക, ഇക്വേഷൻ നമ്പർ 2 നോക്കുക. ഇവിടെ ഒരു ബി ആണ്, ഇവിടെ ഒരു ബി ആണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ് അല്ലേ? 21 ഇവിടെ 5 ആണ്. സോ 2 ഞാൻ 1 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 2 മൈനസ് 1 2 മൈനസ് 1 എന്താ സംഭവിക്കുക? 10a മൈനസ് 2a. 10a മൈനസ് 2a ആരാണ്? 80a. ദെൻ ബിയും ബിയും ക്യാൻസൽ ചെയ്ത് പോയി. 80a ഈസ് ഈക്വൽ ടു 21 മൈനസ് 5 എന്ത് വരും? 16 അല്ലേ? a ഈസ് ഈക്വൽ ടു 16 ബൈ 8 ഈസ് ഈക്വൽ ടു 2. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 80a ഈസ് ഈക്വൽ ടു 16, a ഈക്വൽ ടു 16 ബൈ 8 2. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അത് അപ്ലൈ ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 എക്സ് എയുടെ വാല്യൂ 2 അപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 2 4 അല്ലേ? 4 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. ബി ഈക്വൽ ടു 5 മൈനസ് 4 ഇസ് ഈക്വൽ ടു 1. Therefore a ഈക്വൽ ടു 2 ആൻഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ കെയുടെ വാല്യൂ കാണാൻ നമ്മൾ പഠിച്ചു. അതൊരു വേരിയബിളാണ്. 2 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ 2 ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഇക്വേഷൻ ഫോം ചെയ്യണി ഏതൊക്കെ പോയിന്റിലാണ് ആ ഫംഗ്ഷന് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം ഇവിടെ എന്താണ്? 2 ആണ് അല്ലേ? ഇവിടെ എന്താണ്? 10 ആണ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 പോയിൻറ്റ്സ് എടുക്കുക. ആ 2 പോയിൻറ്റ്സ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻ നമ്മൾ സാധാരണ പോലെ സോൾവ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? എയുടെ ബിയുടെ വാല്യൂ കിട്ടും. ഇനി നമ്മളിതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫംഗ്ഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നോട്ടായിട്ടുള്ള കാര്യമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് cos x is also a continuous function. ഈ ഫങ്ഷൻസ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ A+Bയുടെ പ്രോബ്ലം. ഓക്കെ, ബൈ.